അങ്ങനെ ഞങ്ങൾ ഒരു 5-6 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഗോവയിൽ എത്തിയത്. അവിടെ എത്തിയിട്ട് ഇതേ ചെറിയ രീതിക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഷിപ്പിലേക്കാട്ടോ പോണത്. നൈറ്റിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ പഞ്ചിമിലെത്തി. നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത് വിഹാൻ, ഈ ഒരു ഷിപ്പിലാട്ടോ നമ്മളുടെ കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ. അങ്ങനെ നമ്മളിതേ അവിടേക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ നടക്കുന്നത്. കുറേ ഇങ്ങനെ എന്തൊക്കെയോ എവിടേക്കോ എത്തിപ്പെട്ട പോലെ കേട്ടോ ഞാനും തേജും കിടന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് നേരെ ഷിപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതേ നമ്മൾ നേരെ കയറി. നല്ല ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഫുഡും ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം ലിമിറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗത സീറ്റിൽ കയറി ഇരുന്നിട്ട് കുറച്ച് കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഒന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് പോകണം കേട്ടോ. അതിന് മുന്നേ ഇവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഷിപ്പിലെ പരിപാടികളും. അതുകൂടാണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോങ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം നമ്മളിവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എത്തിയോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി, സേഫായിട്ട് എത്തി എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതേ നമ്മൾ കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ അടിയിൽ പോയിട്ട് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നന്നായി എൻജോയ് ചെയ്ത് കുറേ നേരം നമ്മളടുത്ത് ഏജ് വന്നിട്ട് എന്നോട് വിൻഷേട്ടനോട് അച്ഛനും അമ്മയും പോയി കളിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറേ നേരം വലിച്ചു വിട്ടാ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര നാണായോണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. തേജുവിനും അതെ കേട്ടോ, അവനും ഭയങ്കര നാണായിരുന്നു, അവനൊന്നും പോയിണ്ടായിരുന്നില്ലേ. പിന്നെ അതേ നമ്മളതൊക്കെ കുറേ നേരം ഇരുന്ന് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ മുകളിലേക്ക് കിട്ടോ, നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോവുക ചെയ്ത്. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നല്ല രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യം അടിയിലിരുന്നപ്പോൾ അതാണ് ഏറ്റവും രസം എന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ നമ്മൾ ഓരോ സ്പോട്ടിലെത്തും തോറും നമുക്ക് അതാണ് ഏറ്റവും വലുത് തോന്നിട്ടോ. തേജു ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആട്ടോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവന് പോലും അറിയണില്ല. പിന്നെ ഓപ്പോസിറ്റ് പോകുന്ന ഷിപ്പിലും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിപ്പിലുള്ള ഒരു ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ആണെങ്കിൽ 2 ടൈപ്പിൽ ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു, പപ്പടം, ചോറ്, ചപ്പാത്തി, പിന്നെ നമ്മുടെ കുറുമക്കറി, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും നമ്മൾ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുകയായിരുന്നു. ഫുഡ് അടി കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്ക് പോകട്ടോ. പിന്നെ പിറ്റേന്ന് എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗോവ ഒന്ന് ചുറ്റി നടക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ 2 ദിവസം. അപ്പൊ അതൊക്കെ ഞാൻ വ്ളോഗായിട്ടായിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുക. ഇത്രയും നല്ലൊരു അടിപൊളി ഫാമിലി ട്രിപ്പ് സെറ്റ് ചെയ്ത് തന്ന വിവ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനോടാണ് കേട്ടോ എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത്. കാരണം അവരിതേ നമ്മുടെ ഒപ്പം നടന്നിട്ട് നമ്മളെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു സിസ്റ്റർ ബ്രദർ ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വ്ളോഗായിട്ട് വരാം. അപ്പം ഇനി റൂമിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.